മായിത്തറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് തുടക്കമായി. ക്ഷേത്രത്തിലെ 21ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് തുടക്കം കുറിച്ചത്. ഡോക്ടർ എസ് ദിലീപ് കുമാർ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. CN ഭാസ്കരൻ തന്ത്രികൾ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. തണ്ണീർമുക്കം സന്തോഷ് കുമാറാണ് യജ്ഞാചാര്യൻ. മാർച്ച് 22-ന് യജ്ഞത്തിന് സമാപനമാകും. മാർച്ച് 23-ന് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ കാർത്തിക മഹോത്സവവും 24-ന് രോഹിണി മഹോത്സവവും നടക്കും. ഞങ്ങളുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ശ്രീ തണ്ണീർമുക്കം സന്തോഷ് കുമാർ. കാരണം എവിടെ ചെന്നു കഴിഞ്ഞാലും ഏത് ഭാഗവത വേദികളിൽ ചെന്നാലും ആ ആചാര്യന്മാർ ആദ്യം തിരക്കുന്നത് എന്നോടാണെങ്കിൽ തണ്ണീർമുക്കം സന്തോഷ് കുമാറിൻ്റെ അടുത്തല്ലേ എന്നുള്ളതാണ്. അപ്പോൾ അത് അദ്ദേഹത്തെ ഒരു പുകഴ്ത്തി പറയുന്നതല്ല. ഞങ്ങളിപ്പോൾ ഈ അടുത്ത കാലത്ത് തണ്ണീർമുക്കത്ത് ഒരു ശിവജ്ഞാനയജ്ഞം നടത്തി, ഏകാദശ ശിവപുരാണ യജ്ഞം നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ വന്ന യജ്ഞാചാര്യർ ആദ്യം തിരക്കിയത്, ഞാൻ എൻ്റെ രക്ഷാധികാരി കൂടി ആയിരുന്നതുകൊണ്ട് അവിടെ അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ഒരു പരിചയമുണ്ടായതുകൊണ്ട് ആദ്യമായിട്ട് എന്നോട് ചോദിച്ചത് തണ്ണീർമുക്കം സന്തോഷ് കുമാർ ഇപ്പോൾ ഇവിടെ ഉണ്ടോ അതോ ഏതെങ്കിലും പരിപാടിയിലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് തന്നെ ഭാഗ്യത്തിന് അദ്ദേഹം അവിടെ എത്തി. ആ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. പക്ഷേ ആ യജ്ഞാചാര്യൻ നേരിട്ട് പരിചയപ്പെടുത്തിയപ്പോഴത്തേക്ക് ആണ് എല്ലാവർക്കും ആ കാര്യം മനസ്സിലായി. അപ്പം അതുപോലെ ഒരു മഹാഭാഗ്യമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് പരിപാടികൾ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും അതുപോലെ തന്നെ തണ്ണീർമുഖത്തും ഒരുപാട് വേദികളിൽ എനിക്ക് ഈ ദീപം തെളിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്.